PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ തുകയിൽ വൻ വർധനവുണ്ടാകും. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത ശേഷം PSC അംഗമോ ചെയർമാനോ ആകുന്നവർക്കാണ് വലിയ തുക പെൻഷനായി ലഭിക്കുക. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത കാലഘട്ടം കൂടി കണക്കാക്കി PSC അംഗങ്ങൾക്ക് പെൻഷൻ നൽകാനാണ് സർക്കാർ ഉത്തരവ്. 24 എക്സ്ക്ലൂസീവ്. മുൻകാലങ്ങളിൽ സർക്കാർ സർവീസിൽ ദീർഘകാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന പെൻഷൻ PSCയിൽ 6 വർഷം മെമ്പറായ ഒരാൾക്ക് ലഭിക്കുന്ന പെൻഷനേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് PSC അംഗമാകുന്നവർ പ്രധാനമായി ചൂസ് ചെയ്തിരുന്നത് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ സർവീസ് പെൻഷനായിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി. ഇന്ന് ഭീമമായ ശമ്പളവും ഭീമമായ പെൻഷനുമാണ് PSC അംഗങ്ങൾക്കും ചെയർമാനുമെല്ലാം ലഭിക്കുന്നത്. മുൻ PSC അംഗങ്ങളായ P. ജമീല, ഡോക്ടർ ഗ്രീഷ്മ മാത്യു, ഡോക്ടർ K. ഉഷ എന്നിവർ സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിനെ സമീപിച്ച് തങ്ങൾ നേരത്തെ തിരഞ്ഞെടുത്ത സർവീസ് പെൻഷൻ എന്ന ഓപ്ഷൻ മാറ്റി തങ്ങൾക്കും PSC പെൻഷൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാർ ഈ അപേക്ഷ നിരസിക്കുന്നു. തുടർന്ന് ഇവർ 3 പേരും കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകുന്നു. തുടർന്ന് ധനവകുപ്പിനോട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നു. ധനവകുപ്പ് നൽകിയ നിർദ്ദേശം നേരത്തെ സമാനമായ സാഹചര്യത്തിൽ ചിലർക്ക് സമാനമായി പെൻഷൻ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അപ്പീൽ പോയിട്ട് കാര്യമില്ല, ഇവരുടെ അപേക്ഷ പരിഗണിക്കാമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. വിരമിച്ച ഈ 3 അംഗങ്ങളും സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് സർവീസ് പെൻഷൻ മാറ്റി പകരം നിലവിൽ PSC അംഗങ്ങൾക്കും ചെയർമാനുമെല്ലാം ലഭിക്കുന്നത് പോലെ PSC പെൻഷൻ തങ്ങൾക്കും അനുവദിക്കണമെന്നായിരുന്നു. പക്ഷേ സർക്കാർ ഒരു പടി കൂടി കടന്ന് കൂടുതൽ വാഗ്ദാനങ്ങളും കൂടുതൽ സഹായങ്ങളുമാണ് ഇവർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. ഇതിൽ ഈ 10 പേർ സർക്കാർ സർവീസിലുള്ളവരായിരിക്കണമെന്നാണ് നിബന്ധന. പുതുക്കിയ ശമ്പള സ്കെയിൽ അനുസരിച്ച് ഒരു അംഗത്തിന് 3.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കും. ആനുപാതികമായി പെൻഷനും ഉയരും. അതായത് 2 ലക്ഷം രൂപ വരെ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതിൽ തന്നെ 10 പേർക്ക് അവരുടെ സർക്കാർ സർവീസിലെ കാലഘട്ടം കൂടി കണക്കാക്കിയാൽ ലഭിക്കുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് വളരെ ഭീമമായ തുകയായിരിക്കും. അതായത് അധിക ബാധ്യത സർക്കാർ സ്വയം ഏറ്റെടുത്ത് തലയിൽ വെക്കുന്നു എന്ന് ചുരുക്കം. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തത് ശരിയാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം PSC അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ നിയമനമാണ്. ഇഷ്ടക്കാർക്ക് വേണ്ടി സർക്കാർ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.